നമ്മുടെ മഴപ്പാറ്റ് പോലെയല്ലോ. ഇതന്നെയാണ് സ്പോട്ട് പോകുമ്പോഴല്ലേ ചേട്ടാ? ഇതന്നെയാണ് പോകുമ്പോൾ സ്പോട്ട് ഇതന്നെയാണ്. വേറെ എവിടെയുണ്ടോ അതുപോലെ? ഇല്ലില്ല. എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും ഇതിന്. മണിയുണ്ടോ മരത്തിൽ കയറാ വിനോദ വെക്കടാ. വലിയ മരത്തിലേ ഇതന്നെ ഇറക്കുക. മണിയെടുത്ത് ഇളക്കണം. ഇരിക്കാനോ കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും. എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയുടെ എൻട്രൻസിലുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. ഭവാനിപ്പുഴ തുടങ്ങുന്നത്. ഇത് സൈലന്റ് വാലി ചെക്ക് പോസ്റ്റ് മുതൽ സൈലന്റ് വാലിയുടെ അവസാനത്തെ വ്യൂ പോയിന്റ് വരെ, അതായത് അവിടെയുള്ള ഒരു ടവർ വരെയുള്ള വഴിയാണ് ഇവിടെ കാണിക്കുന്നത്. പോകുന്ന വഴി കാണുന്ന സിംഹവാലം കുരങ്ങിനെയും കരിങ്കുരങ്ങ്, മലയണ്ണാൻ എന്നിവയെല്ലാം കാണുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഗൈഡ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോ കാണാം. അല്ല ഇനി കുഴപ്പമില്ല മാഡം. ഇനി നമുക്കൊരു 1.5 കിലോമീറ്റർ സെൻട്രലായിട്ടേ ഇനി ഫുള്ള് ഇങ്ങനത്തെ വീൽ ബേസ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലും വീല് പോണ ഭാഗം കൊണ്ടിട്ടാണ്. ഇത് പിന്നെ ഇവിടെ ഈ ഓട്ടോറിക്ഷ ഓടുന്നതുകൊണ്ട് ഇവിടെ കോളനിയിൽ ഓട്ടോറിക്ഷ ഉണ്ട്. അതുകൊണ്ട് സെൻട്രലിലെ മണ്ണ് പോയിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരു 9 കിലോമീറ്ററിന്റെ കാട് തുടങ്ങുള്ളൂ. 9 കിലോമീറ്റർ ലെഫ്റ്റ് സൈഡ് കാണുന്നത് കാപ്പി കുരുമുളക് പ്ലാന്റേഷൻ ആണ്. സർക്കാർ ഭൂമി കോഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിക്ക് ലീസിന് കൊടുത്തിരിക്കുക. അപ്പൊ ഇതിനകത്ത് ജോലി ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസികളാണ്. അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ്. ഡിസ്ട്രിക്ട് കളക്ടർ ഇതിനൊക്കെ ചെയർമാന്. ഈ കാപ്പിയും കുരുമുളകും കളക്ട് ചെയ്തിട്ട് അതിനുള്ള പൈസ കൊണ്ട് ആദിവാസികൾക്ക് കൂലി കൊടുക്കുക, അവരെ സംരക്ഷിക്കുക, അവർക്ക് നിത്യത്തൊഴിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഒരു പണ്ടത്തെ കാലത്ത് ഒരു 99 വർഷത്തിന്റെ പാട്ടക്കരാറ് കൊടുത്തിരിക്കുകയാണ്. കൃഷി ചെയ്യാൻ മരം മുറിക്കാൻ പറ്റില്ല എന്നുള്ള വ്യവസ്ഥയില്ലേ. കുരുമുളകും മാഡം ഇതൊരു ലാഭമുള്ള കൃഷി എന്നല്ല, ഓർഗാനിക്കാണ് മാഡം. അവർക്കൊരു ജോലിയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇവിടുന്ന് സൈലന്റ് വാലിക്കുള്ളത് തുടങ്ങി 22 കിലോമീറ്റർ ഓർഗാനിക്കാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് കിട്ടില്ല. നല്ല സാധനം കയറ്റുമതി ചെയ്തുപോലെ മാഡം. എന്നിട്ട് എവിടെയെങ്കിലും പോയിസൺ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒറിജിനലാണ് സാർ മാഡം. മയിലും കുഞ്ഞുങ്ങളും ഉണ്ടാവും, ഫാമിലിയും ഒരു കുടുംബം മൊത്തം. അപ്പൊ നമുക്ക് ഇവിടുന്ന് സൈലന്റ് വാലിക്കുള്ളത് പറഞ്ഞ് 22 കിലോമീറ്റർ ആണ്. 22 കിലോമീറ്റർ 21 കിലോമീറ്റർ ഇതിന്റെ ബഫർ സോൺ എന്ന് പറയും. ഇത് 2 സോണാണ്, ബഫർ സോൺ, കോർ സോൺ, 2 സോണാണ്. ബഫർ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിത മേഖല, കരുതൽ മേഖല. കോർ സോൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാതലായ ഭാഗം, ഹാർട്ട് ഏരിയ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ബഫറും കോറും പറഞ്ഞാൽ നമ്മൾ കോഴിമുട്ട പൊഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളയും മഞ്ഞില്ലേ, അതിൽ വെള്ള ബഫറും മഞ്ഞ കോറും. അപ്പൊ ഇതിന്റെ വെള്ള ബഫർ പറഞ്ഞാൽ 148 സ്ക്വയർ കിലോമീറ്റർ ആണ്. കോർസോൺ മഞ്ഞ പറഞ്ഞാൽ 89.52 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഈ 89.52 സ്ക്വയർ കിലോമീറ്ററിനുള്ള 1 കിലോമീറ്റർ മാത്രമേ നമുക്ക് ടൂറിസ്റ്റിന് അലൗഡ് ഉള്ളൂ. നമ്മളല്ല എല്ലാ ടൂറിസ്റ്റ് സൈഡിൽ വല്ല ചെറിയ ഭാഗത്ത് ഒരു തിരിച്ചുവരെ ചെയ്യുന്നത്. അതുപോലെ ഇപ്പൊ നമ്മൾ ഈ പോകുന്ന റോഡ് പറഞ്ഞപ്പോൾ ഈ റോഡ് ഫസ്റ്റ് ഉണ്ടാക്കുന്ന KCB ബോർഡാണ്. ഇവിടെ 71 കാലഘട്ടം മുതൽ 80 വരെ ഇവിടെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രൊജക്ട് ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് 17 കോടി മുടക്കി റോഡൊക്കെ ഉണ്ടാക്കി. നമ്മൾ ചെല്ലുന്ന ഭാഗത്ത് ഒരു കുന്തിപ്പുഴ ഉണ്ട്, അതിന് കുറുകെ ഡാം കെട്ടിയിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയായിരുന്നു. അങ്ങനെ 84 ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഇവിടെ കമ്മീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫോറസ്റ്റ് വേണ്ട ഡാമ വേണ്ട അടിസ്ഥാനത്തിൽ അങ്ങനെ 84 ഇന്ദിരാഗാന്ധി ഇത് നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കണം. അന്നത്തെ കാലത്ത് കോളേജ് തലത്തിൽ സ്കൂൾ തലത്തിൽ ഒരുപാട് സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഈ നാഷണൽ പാർക്ക് ഇവിടുന്ന് നാഷണൽ പാർക്ക് വേണം എന്നുള്ളതിൽ. അങ്ങനെ 84 ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധി മരണപ്പെട്ടു. അതിനുശേഷം 85 രാജീവ് ഗാന്ധി ഇത് ഉദ്ഘാടനം നാഷണൽ പാർക്ക് ആക്കിയിട്ട്. അപ്പൊ നമുക്കൊരു നാഷണൽ പാർക്ക് പറഞ്ഞാല് വംശനാശം സംഭവിക്കുന്ന ജീവികളെ സംരക്ഷിക്കുക,
ഉദ്ദേശിക്കുന്നത്. അപ്പൊ സൈലന്റ് വാലി സംരക്ഷിക്കുകയാണെങ്കിൽ സിംഹവാലം കുരങ്ങാണ്. ഇപ്പൊ നമുക്ക് ഇരുളൂർ നാഷണൽ പാർക്ക് പറഞ്ഞാൽ വരയാടല്ല. അപ്പൊ ഓരോരോ നാഷണൽ പാർക്കിനും ഓരോ പ്രത്യേക ജീവി ഉണ്ടാവും. അതുപോലെ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന മരങ്ങൾ പറഞ്ഞാൽ അതിനകത്ത് 80% നമുക്ക് ഫർണിച്ചറിന് പറ്റുന്ന മരങ്ങളാണിത്. ഇത് മോയ്സ്ചർ റെസിഡസ് ഫോറസ്റ്റ് എന്ന് പറയും. എല്ലാ മരത്തിന്റെ ഇല കൊഴിയും, എങ്കിൽ കൂടി ഒന്നിച്ച് കൊഴിയില്ല. അപ്പൊ ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 4 മാസം കൂടെ കൂടിയിട്ട് ഇല കൊഴിയും. അപ്പൊ ഒരു മരത്തിനൊക്കെ ഇല കൊഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത മരത്തിന് കൊഴിയുള്ളൂ, എങ്കിൽ കൂടി ഒന്നിച്ച് കൊഴിയില്ല. അപ്പൊ നമുക്കൊരു 14 കിലോമീറ്റർ കഴിഞ്ഞ് നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. 80% സോഫ്റ്റ് വുഡ് ആണ്. ഫർണിച്ചറിനടുത്ത് പാഴ്മരങ്ങളാണ്. അപ്പൊ നമുക്കൊരു 14 കിലോമീറ്റർ നമുക്ക് നാച്ചുറൽ ഫോറസ്റ്റ് തുടങ്ങും, എവർഗ്രീൻ ഫോറസ്റ്റ്. ഇപ്പൊ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും വലിയ ഇല്ലല്ല, മുറിക്കില്ല മാഡം. അപ്പൊ വണ്ടി പോകേണ്ട സൗകര്യത്തിന് മുറിച്ച് മാറ്റി നല്ല വഴിയിൽ കാശെടുക്കൊന്നുമില്ല. ഇതുണ്ട്, ഉണങ്ങിയ മരങ്ങൾ തന്നെ കിടക്കാണ്. അതങ്ങനെ തന്നെ ഭൂമിയിൽ ഉണ്ടായിട്ട് ഭൂമിക്ക് തന്നെ അലിഞ്ഞു ചെയ്യുന്നത്. കാരണം നമ്മൾ മരങ്ങൾ മുറിക്കാനുള്ള ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ നാളത്തെ ലാസ്റ്റ് മരങ്ങൾ ഇല്ലാതെയാവും. മരങ്ങൾ മുറിക്കാൻ വേണ്ടി ഉണങ്ങിയ മരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പച്ചമരം പോകും. അപ്പൊ ഇത് നിലനിൽക്കണ ഇതുപോലെ തന്നെ വേണം. അപ്പൊ നമുക്കൊരു 14 കിലോമീറ്റർ നമുക്ക് നാച്ചുറൽ ഫോറസ്റ്റ് തുടങ്ങി, എവർഗ്രീൻ ഫോറസ്റ്റ്. പ്ലാന്റേഷൻ ഒന്നുമില്ല, പിന്നെ എല്ലാം നാച്ചുറലാണ്. അപ്പോൾ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും വലിയ എവർഗ്രീൻ ഫോറസ്റ്റ് പറഞ്ഞാൽ നമുക്ക് ആമസോണാണ്. ആമസോൺ കഴിഞ്ഞിട്ട് രണ്ടാമതുള്ളത് സൈലന്റ് വാലി. ഇന്ത്യയിലെ നമ്പർ 1 ഫോറസ്റ്റ്, വേൾഡിലെ 2nd ഫോറസ്റ്റ് സൈലന്റ് വാലി. പിന്നെ സൈലന്റ് വാലി പറഞ്ഞു കഴിഞ്ഞാൽ വെർജൻ ഫോറസ്റ്റ്, കന്യാവനം എന്നൊരു പേരുണ്ട്. ഇതിന്റെ ഒരു 99% ഏരിയയിൽ മനുഷ്യന് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് കഴിയൂല. ഒരു മലയണ്ണുണ്ട്, പക്ഷെ അതിനെ കാണാൻ കഴിയില്ല. മഴക്കാലാകുമ്പോ പിന്നെ എന്താ പറയുക, ഈ തോട്ടപ്പുഴുണ്ടാവും, അട്ടലീച്ച്, അതുപോലെ കോടമഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അതൊരു വേറെ ഫീലാട്ടോ മഴയത്ത് വരുന്നതേ. കാണാൻ ഞങ്ങളിപ്പോ വന്നൂലോ, ഇനി മഴ കാണാൻ വരാം. ഇതൊക്കെ ഈട്ടി മരങ്ങളാ സാറേ നിൽക്കുന്ന വലുതൊക്കെ. റോസ് വുഡാണ്, വീട്ടി ഈട്ടി എന്നൊക്കെ പറയില്ല മേഡം. ഡിപ്പാർട്ട്മെന്റ് ബസ്സാണ്. വർക്ക് എടുക്കാം. ചോദ്യം വന്നത് നമ്മൾ ഏകദേശം മാവട്ടം അടിക്കുന്ന പോവാണ്. പിന്നെ ആനകളൊക്കെ അധികം മൂവ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ തന്നെയാണ്. പിന്നെ ഇന്റീരിയർ പറയുമ്പോ ആ ഒരു ഇത് പറഞ്ഞല്ലോ, കോർ ഏരിയ പറഞ്ഞല്ലോ, അവിടെ ഈ റോഡ് ഉണ്ടോ? ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ റോഡ് തീർന്ന വരെ നമ്മൾ പോകും.
വഴി ലാസ്റ്റ് വരെ നമ്മൾ പോകും. നമുക്ക് ഇനി അവിടെ റോഡ് അവിടെ ചെന്നാൽ ഒരു വാച്ച് ടവർ ഉണ്ട് മാഡം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിപ്പോ മലയാളത്തിൽ പറഞ്ഞ നമ്മൾ കൊടുത്ത കാശ് മുതലാണ്. പ്രകൃതി എന്താന്ന് അറിയാൻ നമ്മൾ ടവറിൽ കയറി നോക്കണം. നമുക്ക് ഇതിന്റെ എന്നാലും കയറാം, കുഴപ്പമില്ല. സ്റ്റെപ്പ് ഉണ്ടായി. ഇനി ഫുള്ളായിട്ട് കയറണ്ട. 10 മീറ്റർ 30 മീറ്റർ ആണ്. 10 മീറ്റർ നമുക്ക് സുഖമായി കയറാം മാഡം, അതൊന്നും വിഷയമില്ല. 2 സൈഡിലും പിടിച്ച് കയറാനുള്ളതുണ്ടേ. സ്റ്റെയർ കയറുന്ന ഒരു ബെല്ലൊക്കെ കയറിക്കുക. പിന്നെ നമുക്ക് നടക്കാൻ കഴിച്ച് അപ്പ് ആൻഡ് ഡൗൺ ഒരു 3 കിലോമീറ്റർ നടന്ന പുഴ ഉണ്ട്, കുന്തിപ്പുഴ. കോഴിക്ക് അങ്ങോട്ട് ഇറക്കും, തിരിച്ചിങ്ങോട്ട് കയറ്റാണ്. ആ, അപ്പൊ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനും തുടങ്ങാൻ പറ്റില്ല. ഒരു 10 മീറ്റർ ഇപ്പുറത്ത് എത്തി നോക്കി തിരിച്ചു വരാം. പക്ഷെ നമ്മൾ ഈ ടവറിന് കയറിയാൽ നമുക്ക് ഈ പുഴ ഫുള്ളായിട്ട് കാണാൻ പറ്റും, ഒഴുകി വരുന്നതേ. മരങ്ങളെ ഹൈറ്റ് കണ്ടോ? അതേപോലെ കാലാവസ്ഥ സൗണ്ട് ഒന്നും ഇല്ലല്ലോ. ഇതൊക്കെ വെടിപ്ലാവാണ്. സിംഹവാലിന്റെ ഫുഡ് മരത്തിലെ എല്ലാ തളരി ഒരു പൂട്ടിരിക്കണം, എല്ലാ പൂവുണ്ടാവും. അതിനൊരു ആഞ്ഞിലി ചക്ക പോലെ ഒരു ചക്ക ഉണ്ടാവും, ചെറുതല്ല, അത്യാവശ്യം വലിപ്പം ഉണ്ടാവും മാഡം. അതിനകത്ത് ചക്കുരുമല്ല കുരു ഉണ്ടാവും, അതാണ് തിന്ന. അപ്പൊ നമുക്ക് മലയാളികൾക്ക് പറഞ്ഞാൽ സംതൃപ്തി ഉണ്ടെങ്കിൽ ചോറുണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരു മേജർ ഫുഡാണ് അവരെ. ആ മരത്തിന്റെ എല്ലാ തളരി ഫ്രൂട്ടെല്ലാം തിന്നും. അതെല്ലാം അങ്ങനെ ഹൈറ്റുള്ള മരമാണുള്ളത്. അത് കാണുന്നത് പുന്നപ്പയാണ്. പണ്ട് ഈ പായക്കപ്പല സോഫ്റ്റ് ഫുഡ് ആണ് അതൊക്കെ, കൊടിമരത്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. നല്ല പൊക്കുണ്ട്. ചെറിയ ചക്ര നമ്മൾ ചക്ര വലിപ്പം ഉണ്ടാവുള്ളൂ. ചെറിയ ചക്ര എല്ലായിടത്തും കുടിക്കാൻ തോന്നും. കുടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് വേണേ കുടിക്കാം. എനിക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളം ഇതൊന്നും അവിടെ വേറെ വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. എന്ത് രസം ഇത്.
മഴ വരും പോലെ ഉണ്ട്. ആ പന്തൻ തോട് എന്താ APC പറഞ്ഞാൽ? ആന്റി പോച്ചഡ് ക്യാമ്പ്, നായാട്ടുനിര മേഖല. ഓ അങ്ങനെ. വെൽക്കം ടു മേഖല. ദിസ് ഇസ് ദ വാലി ഓഫ് സൈലൻസ്. ഇല്ല, ബോർഡ് വെച്ച് രണ്ട് മരങ്ങളിൽ കൂടിയിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുക. നോക്ക് സാറേ, ഈ വലിയ മരത്തിന്റെ തൊട്ട് സാറേ നോക്കണ്ട്. ഇതെന്തിനാ നിർത്തിയ സ്റ്റോപ്പ് ചെയ്തിലാണോ? ഇത്ര അടി കൂടെയാണോ പോണത്? ആ, താഴ്ചയൊക്കെ ഒരുപാട് താഴ്ചയ്ക്കാണ് പോണത്. ഇങ്ങനെ അങ്ങോട്ട് കിടക്കുന്നത് ആ വെള്ളം പോണ താഴ്ചയ്ക്ക്. സിംഹവാല അത് പേടിച്ചു കൊടുക്കണോ? ക്യാമറ തരാം, ക്യാമറ പിടിച്ചോളൂ. നഫൽ 14 രൂപ. ചപ്പിൽ ചവിട്ടാണ്ടോ സാറേ? എന്റെ വാലാണ് ഹൈലൈറ്റ്.
എടുക്കുക സാറേ ഈ ഷേപ്പിൽ. മുഖം ഒരു സിംഹത്തിന്റെ മുഖമാണോ ശരിക്ക താടി? അതന്നെ മുഖം. എടുക്കുന്ന ചാടുന്നത് അങ്ങോട്ട് വല്ലപ്പോഴൊക്കെ റോട്ടിലൊക്കെ ഞങ്ങൾക്ക് അപൂർവമായിട്ട് കിട്ടുള്ളൂ സാറേ. മരത്തിന്റെ പുറത്തായിരിക്കും ഞങ്ങൾക്കിത് കിട്ടുന്നത്. ഭയങ്കര ഒരു ലക്കാണ്. നമ്മളിപ്പോൾ ഇങ്ങനത്തെ കാലം വന്നാലേ അത് അപൂർവമായിട്ട് കിട്ടുന്നു. സൈലന്റ് ആയിട്ടൊക്കെ കാണാൻ നോക്കുന്നത്. മറ്റു കുരങ്ങന്മാര് ഭയങ്കര ചിലപ്പോ ആക്രമിക്കുകയൊക്കെ ചെയ്യും. ഇത് ശാന്ത സ്വഭാവമായിട്ട് തോന്നുന്നുണ്ട്. പോണോ? ഈ മുള്ളുള്ളത്, മുള്ളുള്ളതിൽ ഇലയില്ല. എങ്ങനെ മാഡം? ആ മുള്ളുള്ള വള്ളിയില് ഇലയില്ല തോന്നുന്നില്ല. ഇല്ലല്ല, അത് ഒരു മുള്ളു വള്ളിയാണത്. ഇലയില്ല അല്ലേ? ഇല്ലേ. ഓ, ഇതിൽ കാണാൻ പറ്റില്ല സാറേ. അത്രയും കണ്ടല്ലേ. എന്തുണ്ട് ഉണ്ടോ? തൊലി പൊളിച്ച് തിന്നെയാണ്. അതല്ല, അതിനകത്ത് ചെറിയ പ്രാണികൾ കയറിക്കൂലേ മാഡം? ഇപ്പം നോണം കഴിക്കും ചെറുതേ. അതാണ് ഇവർ നിലത്ത് കൂടെ ഇറങ്ങി നടക്കണേ. കാരണം ഈ വെടിപ്ലാവിൽ തീറ്റ കമ്മിയാകുമ്പോൾ ഇവർ ഇതൊക്കെ കഴിക്കും. നിലത്ത് കൂടെ ഇറങ്ങിയിട്ട് ചെറിയ പ്രാണികളൊക്കെ. അല്ലെങ്കിൽ പിന്നെ അതിലേക്ക് ചക്കയാകുമ്പോൾ അതിനെ തിന്നും. വെള്ളം പിന്നെ ഇഷ്ടംപോലെ പോലെ പറഞ്ഞു ഐഡിയ മലബാറിക്ക. പതിക്കെ ഒരുപാട് പദ്ധതി ഉണ്ട്. സോളാറുണ്ട്, ടീ ഷോപ്പിന്റെ സാറേ. അത് പോയി ചായ കുടിക്കാൻ അവിടെ ഇവർക്കുള്ള കുടിവെള്ളം കൊടുത്താൽ പോണത്. ഒരു ഇവിടെയുള്ള ഓഫീസിലുള്ള കുടിവെള്ളമായിരിക്കും. ഒരു മോട്ടറിൽ നിന്ന് ഒരു എക്സ്ട്രാ മോട്ടറിൽ തന്നെ അതുപോലെ പമ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന വെള്ളം. നമ്മളങ്ങനെ സൈലന്റ് വാലിയുടെ എൻഡിലെത്തി, ടവർ പോയിന്റിന്റെ അടുത്തെത്തി. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ടവറും ടവറിന്റെ കാഴ്ചകളും അതുപോലെയുള്ള ഇവിടെയുള്ള ഉദ്യാനവും എല്ലാം കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മുകളിൽ നല്ല കാറ്റായിരിക്കും. ഇത്രയും ചൂടുണ്ടാവില്ല, നല്ല സുഖമായിരിക്കും. ഒരു വെയിലിന്റെ ഒരു ചൂട് ഇപ്പോഴാണ് അനുഭവപ്പെട്ടത്. ഇതുവരെ ശ്രമിച്ചിരിക്കുന്നു.
എന്നാലും സഹിക്കാൻ പറ്റാത്ത ചൂടില്ലല്ലോ. ഇന്നലെ ഞങ്ങള് 2:30 റെക്കോർഡിംഗ് ആണ്.